സായികുമാർ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഖത്തറിലെയും സൗദിയിലെയും ബഹ്റൈനിലെയും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം. അടുത്ത 2 മണിക്കൂർ നിർണായകമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി നോർക്കയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മലയാളികളായ പൗരന്മാർക്ക് എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിന് വേണ്ടി നോർക്കയോട് തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നു. അമേരിക്കൻ എയർബേസ് ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ തടഞ്ഞതായി ഖത്തർ പറയുമ്പോഴും നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ, തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം. എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സായികുമാർ, അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു? ഓരോ നിമിഷത്തിലും എവിടെയൊക്കെ മിസൈലുകൾ വരുന്നു, എവിടെയൊക്കെ ബോംബ് പൊട്ടുന്നു എന്ന് നിർവചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. തീർച്ചയായും വിനീത, തങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ, ഗൾഫിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുകയല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക ശക്തിയെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ കഴിഞ്ഞ കുറെ നാളുകളായി തമ്പടിച്ചിരിക്കുന്ന ഏകദേശം 19 ഇടങ്ങളിലായി 50,000-ത്തിലധികം സൈനികരുമായി, അതോടൊപ്പം അതിനേക്കാൾ വെല്ലുന്ന ആയുധങ്ങളുമായി അമേരിക്ക സംഭരിച്ചിരിക്കുന്ന അവരുടെ ആയുധ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക, അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ അങ്ങോട്ടേക്ക് പോയി ആക്രമിക്കുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ടി വരും. ഏറ്റവും പുതിയ വിവരം, ദുബായിലും അബുദാബിയിലും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അബുദാബിയിൽ വീണ്ടും സ്ഫോടനം നടന്നിരിക്കുകയാണ്. മലയാളികൾ ഒരുപാട് ഇടങ്ങളാണ് ദുബായും അബുദാബിയും ഒക്കെ. അവിടെയും സ്ഫോടനം നടക്കുന്നു, തുടർച്ചയായി സ്ഫോടനം ഉണ്ടാക്കുന്നു. അങ്ങനെ മുൾമുനയിൽ എത്തിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എന്നതാണ്. തീർച്ചയായും ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ആശങ്കയുടെ, ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. ഖത്തറിലും അബുദാബിയിലും അടക്കം 1-ലധികം തവണ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കുവൈത്തിൽ ആക്രമണം ഉണ്ടാകുന്നു, റിയാദിൽ ആക്രമണം ഉണ്ടാകുന്നു. കുവൈത്തിലൊക്കെ ഇപ്പോൾ അപായ സൈറണുകൾ വീണ്ടും മുഴങ്ങുന്നു എന്നുള്ളതാണ്. ബഹ്റൈനിൽ നേരത്തെ ഉണ്ടായിരുന്നു. കുവൈത്തിന് നേരെ വന്ന 3 മിസൈലുകൾ ഇതിനോടകം തടഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കുവൈത്ത് പറയുന്നത്. ഖത്തറും പറയുന്നത് ദോഹയിൽ അവരുടെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളെ തങ്ങൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. അത് ഒരു തവണയല്ല, 1-ലധികം തവണ ഈ മിസൈലുകൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വരികയാണ്. അതിനോടൊക്കെ ഇപ്പോൾ അത് നിർവീര്യമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷം പടരുകയാണ്. ഇത് വലിയ രീതിയിലേക്ക് കൈവിട്ടു പോകുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. UAE-യും ഖത്തറും ഒക്കെ ഇപ്പോൾ അവരുടെ വ്യോമപാത അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള മലയാളി യാത്രക്കാരടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വിമാന കമ്പനികൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം അവരുടെ യാത്രകൾ ക്രമീകരിക്കുക എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും അവരവരുടെ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ കൂടി ഇപ്പോൾ അഭ്യർത്ഥിച്ചു. കുവൈത്തിൽ നിന്ന് അഭിനന്ദ് ചേരുകയാണ്. അഭിനന്ദ്, എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നിലവിൽ സുരക്ഷിതരല്ലേ? എന്താണ് ഭരണകൂടം നൽകുന്ന നിർദ്ദേശം? ഇവിടെ എല്ലാവരും വീട്ടിൽ തന്നെയാണ്, ആരും പുറത്തോട്ട് പോയിട്ടില്ല. എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുകയാണ്. സ്ഥിരം കേൾക്കുന്നുണ്ട് പുറത്ത് ഇവിടെ US ആർമി ബേസിൽ അറ്റാക്ക് ഉണ്ടായെന്നൊക്കെ ന്യൂസ് ഉണ്ട്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എല്ലാവരും വീട്ടിൽ സേഫ് ആണ് മലയാളികളൊക്കെ. തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീടുകളിൽ തുടരാനാണോ നിർദ്ദേശം? അതെ, വീടുകളിൽ തുടരാനാണ് നിർദ്ദേശം ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. എല്ലാവരും വീടുകളിൽ സേഫ് ആണ്. ഈ സ്ഫോടനം നടക്കുന്ന ഇടങ്ങളിലൊക്കെ നിരവധി മലയാളികൾ ഉള്ളതാണോ? മലയാളികളുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ബേസ് ഉള്ളത്, US ബേസ് ഒക്കെ ഇവിടെ. അവിടെ അറ്റാക്ക് ഉണ്ടായെന്നും റെസ്ട്രിക്ട് ചെയ്തെന്നൊക്കെ ന്യൂസ് ഉണ്ട്. ഒന്നും വ്യക്തമല്ല. സൈറൻസ് കേൾക്കുന്നുണ്ട് ഇവൻ ആൾക്കാരുള്ള സ്ഥലങ്ങളിലും. ശരി, എല്ലാവരും സേഫ് ആണെന്നുള്ളതാണ് ഇന്റർണൽ ന്യൂസ്. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെടുക. നമുക്ക് സാധ്യമാവുന്നതെല്ലാം എംബാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ വ്യോമത്താവളങ്ങളെല്ലാം അടച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും യാത്ര സാധ്യമല്ല.
വിമാനത്താവളങ്ങൾ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി വരികയാണ്. അദ്ദേഹം ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രവീൺ കുമാറുമായി നമുക്ക് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാവുന്നതാണ്. ഏതായാലും ഖത്തർ എയർവേസും തുർക്കിഷ് എയർലൈനും ഒക്കെ വിമാന സർവീസുകൾ നിർത്തിവെച്ചു. എല്ലാ വിമാന കമ്പനികളും സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വ്യോമത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഗൾഫ് മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവർ യാത്ര മാറ്റിവെക്കുന്നതാണ് നല്ലത്. വിമാന കമ്പനികളുടെയും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. മലയാളികൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി നോർക്കയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. മിക്കയിടങ്ങളിലും ഹെൽപ്പ് ലൈനുകളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ എവിടെയൊക്കെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. ഖത്തറിലുള്ള അൽ ഉദൈദ് വ്യോമത്താവളം, കുവൈത്തിലുള്ള അൽ സലീം വ്യോമത്താവളം, UAE-യിലുള്ള അൽ ദാഫ്ര വ്യോമത്താവളം, ഒപ്പം ബഹ്റൈനിലുള്ള അമേരിക്കയുടെ 5ാമത്തെ വ്യോമത്താവളം, ഇവിടങ്ങളെല്ലാം എല്ലാ താവളങ്ങളിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്.